നമസ്കാരം. ഗ്ലോബൽ മെല്ലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് നാളുകളായിട്ട് സംസാരിക്കണമെന്ന് ആലോചിച്ചൊരു വിഷയമാണ്. അപ്പം കുറേ നാളുകൾ അത് വേണ്ടാന്ന് ഓർത്തിട്ട് പലപ്പോഴും മിണ്ടാതിരുന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ആ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാനാണ്. UK വരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം പുതിയതായിട്ട് വരുന്ന ആളുകളാണെന്നും പുതിയതായിട്ട് UK വരുന്ന ആളുകൾ, പ്രത്യേകിച്ച് യുകെയിലേക്ക് ഗ്രാമങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ പലരും ചിന്തിക്കുന്നതും പെരുമാറുന്നതും മോശമാണെന്നും അങ്ങനെയൊക്കെ വളരെ പുതിയതായിട്ട് വരുന്ന പുതിയ തലമുറകളെ ഒക്കെ നോക്കിയിട്ട് വളരെ പുച്ഛത്തോടെ നോക്കി കാണുന്ന കുറേ വർഷങ്ങൾക്ക് മുമ്പ് വന്നൊരു 10, 15, 20 വർഷങ്ങൾക്ക് മുമ്പ് വന്ന ആളുകളെ നമുക്ക് കാണാനിടയായിട്ടുണ്ട്. അപ്പോൾ ചില ആളുകൾ പറയുന്നതിനകത്ത് വസ്തുതാപരമായ കാര്യങ്ങളുണ്ട്. അത് തീർച്ചയായിട്ടും അത് മനസ്സിലാക്കി അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും ജീവിതത്തിൽ ബെനിഫിറ്റ് ആയിരിക്കും. അങ്ങനെയുള്ള ഒരു ചെറിയ വിഭാഗം ആളുകളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു വാസ്റ്റ് മെജോറിറ്റി ആളുകളും വളരെ പുച്ഛത്തോടെ പുതിയ ആളുകളെ നോക്കി കാണുന്നുണ്ട്. അപ്പം ഇവിടെ UK ഇടുന്ന ഡ്രസ്സുകൾ മോശമാണെന്ന്, ഇവിടെ ഇട്ടുകൊണ്ട് പുറത്തോട്ടിറങ്ങുന്ന ഡ്രസ്സ് മോശമാണെന്നും, അതേപോലെ തന്നെ സ്വന്തം ഭാഷ സംസാരിക്കുന്ന മോശമാണെന്നും, ഇംഗ്ലീഷ് പറഞ്ഞാൽ മാത്രമേ സ്റ്റാൻഡേർഡ് ആകത്തുള്ളെന്നും, അതേപോലെ തന്നെ അങ്ങനെ വളരെ വിമർശനാത്മകമായ ഒരുപാട് ടോപ്പിക്കുകളുമായിട്ട് പല ആളുകളും സോഷ്യൽ മാധ്യമങ്ങളിൽ പ്രത്യേകിച്ചും ഫേസ്ബുക്കിൽ കുറിപ്പുകളായിട്ട് ഇടുന്ന കാണാറുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ പറയാനാണെങ്കിൽ പല ആളുകളും പറയുന്ന ചില പോയിന്റുകൾ പ്രത്യേകിച്ചും ഞാനതിന് എക്സെപ്ഷൻ ആദ്യം തന്നെ പറഞ്ഞിട്ട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ തീർച്ചയായിട്ടും പറയുന്ന കാര്യങ്ങൾക്ക് വസ്തുതാപരമായ കാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നതെന്ന് ആദ്യം തന്നെ ഞാൻ പറയുന്നു. ഒന്ന്, പബ്ലിക് ന്യൂസൻസ് ഉണ്ടാക്കുക. ബസ്സുകളിൽ കയറി ഒരുപാട് ഒച്ചത്തിൽ സംസാരിക്കുക, ആളുകളെ വഴി നടക്കാൻ സമ്മതിക്കാത്ത രീതിയിൽ പാട്ടിട്ട് ഡാൻസ് കളിക്കുക, അങ്ങനത്തെ, അല്ലെങ്കിൽ നടുറോഡിൽ വണ്ടി ബ്ലോക്കായി കിടക്കുന്ന സമയത്ത് നടു റോഡിൽ ഇറങ്ങി ഡാൻസ് കളിക്കുക, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ പറയുന്നത് കൃത്യമായ കാര്യങ്ങളാണ്. അത് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. അല്ലാതെ മറിച്ച് മറ്റൊരു വിഭാഗം ആളുകൾ പറയുന്നത് സാരി എടുത്ത് പുറത്തിറങ്ങുന്നതും മുണ്ടെടുത്തോണ്ടും കൈലി എടുത്തോണ്ടും പുറത്തിറങ്ങുന്നതും ഇതൊക്കെയാണ് ഇന്നത്തെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്ന് പറയുന്ന പല ആളുകളും. അല്ലെങ്കിൽ റീൽസ് ചെയ്യുന്നത്, ഡാൻസ് വീഡിയോസ് ചെയ്യുന്നതും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെയാണ് ഇന്നത്തെ ഈ കലാപങ്ങൾക്കും ഈ പ്രശ്നങ്ങൾക്കും എല്ലാം കാരണം. ഇമിഗ്രൻസിനെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണം ഇതൊക്കെയാണെന്നാണ് ചില വാട്സപ്പ് അമ്മാവന്മാരുടെ ഒരു നിലപാട്, അല്ലെങ്കിൽ അവരുടെ നിരൂപണങ്ങൾ. അപ്പം തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ UK പോലൊരു രാജ്യം എന്ന് പറയുന്നത് ഡൈവേഴ്സിറ്റിയെ അക്സെപ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഡൈവേഴ്സിറ്റിയെ വെൽക്കം ചെയ്യുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ പല ആളുകളും ഈ UK ഓണപരിപാടികൾ നടക്കുന്നതും, അതേപോലെ തന്നെ UK മലയാളികളുടെ ക്രിസ്മസ് പരിപാടികൾ നടക്കുമ്പോഴും, അല്ലെങ്കിൽ എന്തെങ്കിലും ഗെറ്റ് ടുഗതറോ ഗ്യാതറിങ്ങോ കാണുന്ന സമയത്ത് പല ആളുകളും വന്ന് കമന്റ് ഇടുന്നു, നിങ്ങൾക്ക് വേറെ പണിയില്ല, നിങ്ങൾക്ക് ഇങ്ങനെ മലയാളി കൂട്ടായ്മകൾ നടത്താനാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ തന്നെ നിന്നാൽ പോരായിരുന്നു, എന്തിനാണ് നിങ്ങൾ കഷ്ടപ്പെട്ട് UK വരുന്നത്? UK വന്നാൽ UK സാഹചര്യങ്ങൾക്കനുസരിച്ച് UK ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന, ഇംഗ്ലീഷുകാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കാൻ നിങ്ങൾക്ക് പഠിച്ചുകൂടെ, പുച്ഛം എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്ന ആളുകളെ കാണുമ്പോൾ എനിക്ക് പല സമയത്ത് സഹതാപമാണ് തോന്നുന്നത്. കാരണം പല സമയത്തും ഈ പറയുന്ന ഒരു സാമാന്യ ബുദ്ധിയോ വിവരമോ ഇല്ലാത്ത ആളുകളാണ് പലപ്പോഴും ഇങ്ങനത്തെ കർശനമായ വിമർശനങ്ങളുമായിട്ട് വരുന്നത്. UK വന്നതിനർത്ഥം UK ഇംഗ്ലീഷുകാരെ പോലെ ജീവിക്കണം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് മാത്രം സംസാരിക്കണമെന്നല്ല. ഇവിടുത്തെ ഗവൺമെൻറ് തന്നെ പല സമയത്തും ഡൈവേഴ്സിറ്റിയെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പല സ്ഥലങ്ങളിലും ഡിഫറെൻറ്റ് ഡൈവേഴ്സിറ്റിപ്പെട്ട ആളുകൾ, ഡിഫറെൻറ്റ് എത്നിക് ഗ്രൂപ്പുകളിൽപ്പെട്ട ആളുകളെ പ്രൊമോട്ട് ചെയ്യാനും അവരുടെ കൾച്ചറുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും വേണ്ടിയിട്ട് ഒരുപാട് ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഫുഡ് ഫെസ്റ്റിവലുകൾ നടക്കാറുണ്ട്. അതേപോലെ ഒരുപാട് കാർണിവൽ നടക്കാറുണ്ട്. ഇപ്പം ഞാൻ താമസിക്കുന്ന ലീഡ്സിലാണ്. ഈ ലീഡ്സിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പം ഒരുപാട് ഡിഫറെൻറ്റ് കാർണിവലുകൾ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വെസ്റ്റ് ഇൻഡീസ് കാർണിവൽ. ഈ വെസ്റ്റ് ഇൻഡീസിൽ നിന്നുള്ള ആളുകൾ UK വന്നത് അവരുടെ ഒരു കൾച്ചറിനെ ഇവിടുത്തെ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് പ്രൊമോട്ട് ചെയ്ത, ഗവൺമെൻറ് ഫണ്ടഡായിട്ടുള്ള വെസ്റ്റ് ഇൻഡീസ് കാർണിവലിൽ UK എല്ലാ വർഷവും നടക്കാറുണ്ട്. അപ്പോൾ ഇത് റോഡ് ബ്ലോക്ക് ചെയ്തും ഇവിടെ വലിയ പാട്ടിട്ടും റോഡിൽ കൂടെ ഡാൻസ് കളിച്ചും, ഞാൻ എൻ്റെ വീഡിയോസ് ഇവിടെ സൈഡിൽ, അപ്പം റോഡ് ബ്ലോക്ക് ചെയ്തും വലിയ പാട്ടിട്ടും റോഡിൽ കൂടെ ഡാൻസ് കളിച്ചും ഒരുപാട് ആളുകൾ ഈ പറയുന്ന പോലെ ഈ വലിയ ആഘോഷമായിട്ട് ഇതിന് പോകാറുണ്ട്. ഈ സാധനങ്ങൾക്ക് ഒരുപാട് ഇംഗ്ലീഷുകാരും ജോയിൻ ചെയ്യാറുണ്ട്. പല സമയങ്ങളിലും ഈ പറയുന്ന എത്നിക് ഡേയ്സ് പല ഓർഗനൈസേഷൻസും, കെയർ ഹോം പോലുള്ള ഓർഗനൈസേഷൻസ് ആണെങ്കിൽ പലപ്പോഴും എത്നിക് ഡേയ്സും മറ്റു കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. അപ്പം നമ്മൾ വന്ന ബാക്ക്ഗ്രൗണ്ട് എന്താണോ ആ ബാക്ക്ഗ്രൗണ്ടിനെ റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ദിവസങ്ങൾ തരാറുണ്ട്. ഇതെല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ ഇൻക്ലൂസീവ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നമ്മളെ ഈ സമൂഹത്തിൽ നിന്ന് പുറത്ത് കളയുകയും ഇവിടെ വന്ന ആദ്യത്തെ ദിവസം മുതൽ കോട്ടും ടൈ ഇട്ട് നടക്കാൻ ആരും പറയുന്നില്ല, ആരും നിർബന്ധിക്കുന്നില്ല. ഈ നിർബന്ധമുള്ളതെന്ന് പറഞ്ഞാൽ UK വർഷങ്ങൾക്ക് മുമ്പ് വന്ന് UK ഇവിടെ വന്ന് തഴക്കവും പഴക്കവും ഉണ്ടെന്ന് സ്വയം വിശ്വസിക്കുന്ന പല അമ്മാവന്മാർക്കുമാണ്. അപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. വളരെ കൃത്യമായിട്ട് നിലപാടുകൾ പറയുന്നതും വളരെ ശ്രദ്ധയോടുകൂടെ എന്താണ് പറയുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാവുന്ന പല ആളുകളും, പ്രായവും മുതിർന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ള പറയുന്ന ആളുകളെ ഞാൻ ബഹുമാനിക്കാറുമുണ്ട്. അവർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അക്സെപ്റ്റ് ചെയ്യാറുമുണ്ട്. പക്ഷേ പല സമയങ്ങളിലും വസ്തുതാവിരുദ്ധമായതും അതേപോലെ നമുക്ക് കടിച്ചാൽ പൊട്ടാത്തത്, ദഹിക്കാൻ പറ്റാത്തതുമായിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്ക് വളരെ കഷ്ടം തോന്നാറുണ്ട്. എന്തിനാണ് ഇങ്ങനെ വിമർശനങ്ങൾ ഉണ്ടാകുന്നത്? പലപ്പോഴും റീൽസ് എടുക്കുന്ന ആളുകൾക്കും പുറത്ത് വീഡിയോ എടുക്കുന്ന ആളുകൾക്കും ഇങ്ങനെയുള്ള ആളുകളെ എന്തിനാണ് വിമർശിക്കുന്നത് എനിക്ക് പലപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യമാണ്. കാരണം ഒരു റീൽസ് എടുക്കുന്നതുകൊണ്ടോ പുറത്ത്
ഡാൻസ് കളിക്കുന്നുണ്ടോ എന്താണ് മറ്റുള്ള ആളുകൾക്ക് നഷ്ടപ്പെടുന്നുള്ളത്? മറ്റുള്ളവരുടെ പ്രൈവസി ഹാനിക്കാത്തിട്ട് ഇപ്പോൾ രാത്രി ഉറക്ക പാട്ടിടുന്നത്, വീടുകളിൽ ഉറക്ക പാട്ടിട്ട് ഡാൻസ് പാർട്ടി നടത്തുന്നത് ഒബ്വിയസ്ലി തെറ്റാണ്. പക്ഷേ അതിനൊരു ടൈം ലിമിറ്റ് ഗവൺമെൻറ് വെച്ചിട്ടുണ്ട്. ആ ടൈം ലിമിറ്റിനകത്തും ഗവൺമെൻറ് നിഷ്കർഷിക്കുന്ന കാര്യങ്ങൾക്കകത്തും നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്താണ് തെറ്റ്? അങ്ങനെ നിയമങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നവരെ വിമർശിക്കാൻ ആർക്കും യാതൊരു അധികാരമില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നൊരു കാര്യം. അപ്പോൾ അങ്ങനെയാണ് ഈ UK-യിൽ നടക്കുന്ന കലാപങ്ങളെല്ലാം ഇതിൻ്റെ ഭാഗമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന പല ആളുകളോടും എനിക്ക് അതിന് മറുപടി പറയാൻ പോലും പറ്റാത്ത സാഹചര്യങ്ങൾ പല സമയത്തും ഇങ്ങനെയുള്ള ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിലും ഭേദം മിണ്ടാതിരിക്കുന്നതാണെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല സമയങ്ങളിലും കമൻറ്റുകൾക്കും മറ്റു കാര്യങ്ങൾക്കും ഞാൻ റെസ്പോണ്ട് ചെയ്യാറേയില്ല. കാരണം ഇങ്ങനെയുള്ള ചില ആളുകൾക്കുള്ള മറുപടികൾ പലപ്പോഴും അവരർഹിക്കുന്ന പോലുമില്ല. ഉദാഹരണം, ഇപ്പോൾ ലണ്ടനിൽ നോക്കുക. ലണ്ടനിൽ ഇമിഗ്രേഷൻ മൂലം എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്? ലണ്ടനിലെ കാറുകൾ പട്ടാപ്പകൽ മോഷ്ടിക്കപ്പെടുന്നു, വീടുകൾ കൊള്ളയടിക്കപ്പെടുന്നു, ആൾക്കാർ പിക്ക് പോക്കറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇങ്ങനെ ക്രൈമുകൾ വർദ്ധിക്കുന്നു. പക്ഷേ പല മലയാളി മുതിർന്ന ആളുകളും അവരുടെ നിരൂപണങ്ങളിൽ പറയുന്നത് ഇവിടെ ആളുകൾ പുറത്തിറങ്ങി ഡാൻസ് കളിക്കുന്നു, ഇംഗ്ലീഷുകാരെ വെറുപ്പിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള ശരിക്കും ഇവിടെ എന്താണോ നടക്കുന്നത് ആ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ അത് സത്യമാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി മറ്റു കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ റിയാലിറ്റി പറഞ്ഞാൽ ഇതൊരു കോൺസ്പിറസി തിയറി പോലാണ്. അതായത് ശരിക്കും നടക്കുന്ന കാര്യങ്ങളല്ല, ഇവരുടേതായ കാഴ്ചപ്പാടിൽ ഇന്നതാണ് പ്രശ്നങ്ങളെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുപാട് കോൺസ്പിറസി തിയറികളാണ് ഇങ്ങനെയുള്ള ഫേസ്ബുക്കിലിരുന്ന് എഴുതി വിടുന്ന ആളുകൾ പടച്ചു വിടുന്നത്. അതുമാത്രമല്ല, മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പണ്ട് ഇവിടെ ഞാൻ ലീഡ്സിൽ വന്നിട്ടുള്ള മലയാളി കമ്മ്യൂണിറ്റിയിലെ പല ആളുകളുമായിട്ട് നമ്മൾ പലപ്പോഴും ഇടപെട്ട് സംസാരിക്കുമ്പം വർഷങ്ങൾക്ക് മുമ്പുണ്ടായ കഥകളൊക്കെ കേൾക്കാനിടയായിട്ടുണ്ട്. കോട്ട് സ്യൂട്ടും ഒക്കെ ഇട്ട് UK-യിൽ നടക്കാൻ ഇവിടെ ഇറങ്ങിയ അന്ന് മുതൽ ഇംഗ്ലീഷുകാരാണെന്ന് സ്വയം ചമയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരുടെ കമ്മ്യൂണിറ്റിയുമായിട്ട് പെട്ടെന്ന് ബ്ലെൻഡിനാവണം എന്നുള്ളൊരു കാഴ്ചപ്പാടൊക്കെ വെച്ചുകൊണ്ട് തന്നെ എന്താ പറയുക, വന്നിറങ്ങിയ അന്ന് തന്നെ കോട്ട് സ്യൂട്ടൊക്കെ ഇട്ട് ഇവിടെ ഇറങ്ങിയ ആളുകൾക്ക് പല ആളുകൾക്കും മൊട്ടയേറ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. മൊട്ട വലിച്ചവരുടെ ദേഹത്തേക്ക് എറിയുക, അല്ല അവരുടെ വീടിന് നേരെ എറിയുക, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിയേഡായിട്ടുള്ള സംഭവങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ബ്ലെൻഡ് ആവണ്ടെന്നോ ഇത് ശരിയാണെന്നോ മറ്റത് ശരിയാണെന്നോ അല്ല. ഒരാൾ ചെയ്യുന്ന കാര്യം തെറ്റാണോ ശരിയാണോ എന്ന് പറയാൻ ഒരു പരിധി വരെ നമുക്ക് അധികാരമില്ല. മറ്റുള്ള ആളുകളുടെ പ്രൈവസിയെ മാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഗവൺമെൻറ് പറയുന്ന റൂൾസിനകത്ത് നിന്നുകൊണ്ട് ചെയ്യുന്ന എന്ത് കാര്യങ്ങൾക്കും അതിനെ വിമർശിക്കാൻ ഗവൺമെൻറ് പോലും വിമർശിക്കുന്നില്ലെങ്കിൽ പല ആളുകളും അതിനെക്കുറിച്ച് വിമർശിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. പക്ഷേ ചില സമയങ്ങളിൽ വളരെ ബുദ്ധിയും വിവരവും പരിജ്ഞാനമുള്ള പല ആളുകളും പ്രായമുള്ള ആളുകൾ പറയുന്നത് വളരെ സത്യസന്ധമായ കാര്യങ്ങളും ഉണ്ടാവാറുണ്ട്. അതായത് ഈ പറയുന്ന സ്വാതന്ത്ര്യത്തെ മിസ്യൂസ് ചെയ്യുകയും നാട്ടിലെ പോലത്തെ സ്വാതന്ത്ര്യം ഇവിടെ കാണിച്ചിട്ട് മറ്റുള്ള ഇംഗ്ലീഷുകാരോട്ട് ഇടിയുണ്ടാക്കാൻ പോവുകയും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഗവൺമെൻറ് എപ്പോഴും പ്രയോറിറ്റി കൊടുക്കുന്നത് ഇംഗ്ലീഷുകാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. നിയമം എപ്പോഴും അവർക്ക് അനുകൂലമായിട്ടേ വരാറുള്ളൂ. ഈ പറയുന്ന ആളുകൾക്ക് പലർക്കും ഡീപ്പോർട്ടേഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നേരിടേണ്ടി വരാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മളൊരു രാജ്യത്ത് നിൽക്കുമ്പോൾ രാജ്യത്തെ നിയമങ്ങൾക്കുള്ളിൽ തന്നെ നിൽക്കണം എന്നുള്ളത് ഇരിക്കെ തന്നെ UK-യിൽ നടക്കുന്ന മറ്റ് പല അക്രമ സംഭവങ്ങൾക്കും അനിഷ്ട സംഭവങ്ങൾക്കും ഒക്കെ കാരണം UK-യിൽ ഈ പറയുന്ന പുതിയതായിട്ട് വന്ന ആളുകളാണെന്നും ഇവിടെ വന്ന് ആളുകൾ റീൽസ് ഇടുന്നതുകൊണ്ടാണെന്നും ഡാൻസ് കളിക്കുന്നതുകൊണ്ടാണെന്നും അങ്ങനെയൊക്കെയുള്ള മിഥ്യാധാരണകൾ, കോൺസ്പിറസി തിയറികൾ ആവശ്യമില്ലാതെ പടർത്താതിരിക്കുന്നത് വളരെ ഔചിത്യകരമായ കാര്യമായിരിക്കും എന്നാണ് എൻ്റെ ഒരു നിലപാട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. ഇതുപോലത്തെ ഒന്ന് രണ്ട് ടോപ്പിക്സ് ഞാൻ പറഞ്ഞിട്ടില്ലാത്ത അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്തിട്ടില്ലാത്ത കുറച്ച് ടോപ്പിക്സ് വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ പറയാതിരിക്കുന്ന കാരണം ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും പറഞ്ഞിട്ടും വലിയ മാറ്റങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ എൻ്റെ ഒരു വീഡിയോ കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം ഇതിനകത്ത് രേഖപ്പെടുത്തുന്നതുകൊണ്ടോ മറ്റൊരു വ്യത്യാസം ഈ പറയുന്ന ആളുകളിലേക്ക് ജനിപ്പിക്കാൻ സാധിക്കത്തില്ല എന്ന് വ്യക്തമായ ധാരണ ഉള്ളതുകൊണ്ടാണ് പലപ്പോഴും ഇതിനെക്കുറിച്ച് മിണ്ടാതിരിക്കുന്നത്. പക്ഷേ ചില സമയങ്ങളിൽ കുറച്ച് അതിരുവിട്ട രീതിയിലുള്ള ഈ പറയുന്ന ആക്ഷേപങ്ങൾ കേൾക്കുന്ന സമയത്ത് വളരെ മോശമായിട്ട് തോന്നാറുണ്ട്. സോ അതുകൊണ്ടാണ് ഇങ്ങനെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ 1-2 ടോപ്പിക്കുകളുമായിട്ട് ഞാൻ വീണ്ടും കടന്നു വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞാൽ എന്തൊരു സത്യസന്ധമായ കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അനുഭവങ്ങൾ, നിങ്ങൾക്ക് ഇതേലത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എഴുതുക. അല്ല മറിച്ചാണ് ഞാൻ പറഞ്ഞതിന് മറിച്ചാണ് നിങ്ങളുടെ അഭിപ്രായം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ബോക്സിൽ ചെയ്യുക. നമുക്ക് ശക്തമായ ഒരു ഹെൽത്തി കോൺവെർസേഷൻ നമുക്ക് നടത്താം. മറ്റുള്ളവരെ ചെളിവാരത്തേക്കല്ല, ഹെൽത്തി ആയിട്ടുള്ള കോൺവെർസേഷൻസ് നമുക്ക് നടത്താം. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് വളരെ ചെറിയ റിക്വസ്റ്റ് ആണ്. നിങ്ങൾ ആദ്യം എൻ്റെ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ അല്ലെ സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഞാനിതുപോലത്തെ ഇൻഫോർമേറ്റീവ് കണ്ടൻസ് ഒന്നും മിസ്സായിരിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊക്കെ പ്രശ്നം മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനിയൊരു വീഡിയോ കാണാം. ഇനിയൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.